ആ മെത്തേഡിൻ്റെ പേരാണ് റിഗ്രറ്റ് മിനിമൈസേഷൻ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. എൻ്റെ കറണ്ട് റീഡിംഗ് എന്ന് പറയുന്നത് ദ ആർട്ട് ഓഫ് ലേസിനെസ് എന്ന് പറയുന്ന ബുക്കാണ്. ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ വായിച്ചപ്പോൾ അതിൽ പറയുന്നത് നമ്മുടെ ആമസോണിൻ്റെ ഫൗണ്ടറായിട്ടുള്ള ജെഫ് ബെസോസിൻ്റെ സ്റ്റോറിയാണ്. എല്ലാവർക്കും അറിയുന്നത് പോലെ അദ്ദേഹം ആമസോൺ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ബുക്ക് സെല്ലിംഗ് പ്ലാറ്റ്ഫോമായിട്ടാണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൽ അത്യാവശ്യം നല്ലൊരു പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ ആൾ ജോബ് കിട്ടിയാൻ തീരുമാനിച്ചപ്പോൾ ആ കമ്പനിയുടെ MD ആളെയും കൂട്ടിയിട്ട് ന്യൂയോർക്കിലൊരു പാർക്കിലൂടെ ഒരു വാക്ക് നടത്തുന്നു. അപ്പോൾ ആ വാക്ക് നടത്തിയതിന് ശേഷം പറയുന്നൊരു ചോദ്യമുണ്ട്. അതായത് നിങ്ങളുടെ ഐഡിയ ഒക്കെ അടിപൊളിയാണ്, ബട്ട് ഇതൊരു ജോലി ഇല്ലാത്ത ആൾക്ക് ചെയ്യാൻ പറ്റിയതല്ല. നിങ്ങളിങ്ങനൊരു റെപ്യൂട്ടഡ് പൊസിഷനിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് സ്വിച്ച് ചെയ്ത് ഇതിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? എന്നിട്ട് ആലോചിക്കാനൊരു സമയവും കൊടുത്തു ജോബ് കിട്ടിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ജെഫ് ബെസോസ് ഒരു 48 മണിക്കൂർ ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് ഈ ഒരു ഐഡിയയിലേക്ക് വരുന്നത്, ആമസോൺ ആയിട്ട് മുന്നോട്ട് പോകാമെന്ന് പറയുന്നത്. അവിടെ ജെഫ് ബെസോസ് യൂസ് ചെയ്തൊരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിൻ്റെ പേരാണ് റിഗ്രറ്റ് മിനിമൈസേഷൻ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ആ ഫ്രെയിംവർക്കിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ 80-ാം വയസ്സിൽ നമ്മൾ എത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് ഓർത്ത് നമുക്ക് ആ സമയത്ത് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ റിഗ്രറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ജെഫ് ബെസോസ് ഇവിടെ പറയുന്നത്, ഇൻ്റർനെറ്റ് ബൂം ചെയ്യുന്ന ഒരു ടൈമിൽ ഞാൻ ഇങ്ങനൊരു ഡിസിഷൻ എടുത്ത് ചിലപ്പോൾ മുന്നോട്ട് പോയാൽ ചിലപ്പോൾ അത് ഫെയിൽ ആയിരിക്കാം, ബട്ട് ഞാനത് ട്രൈ ചെയ്തല്ലോ എന്നുള്ളതിൽ ഞാൻ ഹാപ്പി ആയിരിക്കും. അതർവൈസ് ഞാനത് ട്രൈ ചെയ്യാതിരുന്നാൽ എനിക്ക് റിഗ്രറ്റ് വരുന്നതാണ്. ജെഫ് ബെസോസ് എല്ലായിടത്തും പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്താണ് എന്തുകൊണ്ടാണ് ആമസോൺ തുടങ്ങിയതെന്ന്. നമുക്ക് ആമസോണിൻ്റെ പ്രോഫിറ്റിലേക്ക് നോക്കുമ്പോഴും അറിയാം, ആമസോണിൻ്റെ ബാലൻസ് ഷീറ്റിൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ ഒരു പോർഷൻ വരുന്നത് 2002-ലാണ്. അതുവരെ ലൈബിലിറ്റി തന്നെയായിരുന്നു ആമസോൺ ഓടിക്കൊണ്ടിരുന്നത്. ഹിയർ ആർ എ ഫ്യൂ റിഗ്രറ്റ്സ് ദാറ്റ് യു മൈറ്റ് ഹാവ്. നോട്ട് ഡൂയിങ് വാട്ട് യു ലവ്, ബീങ് ലേസി ആൻഡ് വേസ്റ്റിംഗ് യുവർ ടൈം, നോട്ട് സ്പെൻഡിങ് മോർ ടൈം വിത്ത് യുവർ ഫാമിലി, നോട്ട് ടേക്കിംഗ് കെയർ ഓഫ് യുവർ ഹെൽത്ത്, വർക്കിംഗ് ഹാർഡ് ഫോർ നത്തിങ് ഇൻ റിട്ടേൺ, നോട്ട് ട്രാവലിംഗ് വെൻ യു ആർ യങ്, നോട്ട് എൻജോയിങ് യുവർ ലൈഫ് ടു ദ ഫുള്ളസ്റ്റ്. ഒന്ന് ചിന്തിച്ചു നോക്ക്, നിങ്ങളൊരു 80-ാം വയസ്സിലിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ട്രൈ ചെയ്തില്ല എന്ന് തോന്നിയിട്ടായിരിക്കും നിങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ടാവുക. അങ്ങനെ റിഗ്രറ്റ് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അത് ഫെയിൽ ആവൂ സക്സസ് ആവുമോ എന്നുള്ളതല്ല, ജസ്റ്റ് വി ആർ അറ്റംപ്റ്റിംഗ് ദാറ്റ് എന്നുള്ളതിലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം.